Prime Minister Modi brought us a gift, a very, very good toffee. Melody. ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത് നമ്മുടെ പ്രധാനമന്ത്രി ഇറ്റലി പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജോർജിയ മെലോനിക്ക് കൊടുത്തൊരു ഗിഫ്റ്റാണ്. ജോർജിയ മെലോനി തന്നെ അത് പറയുന്നുണ്ട്. കൊടുത്ത ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര ഐറ്റം ആയിപ്പോയി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മെലഡി എന്ന് പറയുന്ന ചോക്ലേറ്റ്സ്, മെലഡി എന്നറിയപ്പെടുന്ന പാർലയുടെ ഒരു ചോക്ലേറ്റ് ആണ് ശരിക്കും നമ്മുടെ നരേന്ദ്രമോദി ജോർജിയ മെലോനിക്ക് ഗിഫ്റ്റായി കൊടുത്തത്. പാർലയുടെ ഒക്കെ സമയമൊന്നേ ഞാൻ പറയുന്നുള്ളൂ. എന്തായാലും അവരുടെ ബ്രാൻഡിന് ഇതിനേക്കാൾ വലിയൊരു പ്രൊമോഷൻ ഇനി കിട്ടാനില്ല. ശരിക്കും ഇന്റർനാഷണൽ പ്രൊമോഷൻ തന്നെ കിട്ടിയിരിക്കുകയാണ് പാർലയുടെ മെലഡിക്ക്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നമ്മുടെ ജോർജിയ മെലോനിയും തമ്മിൽ വളരെ നല്ല സൗഹൃദമാണുള്ളത്. നരേന്ദ്രമോദിയുടെ ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്, ഒരു ഭരണാധികാരിക്ക് വേണ്ട ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ലീഡർഷിപ്പ് ക്വാളിറ്റിയോടൊപ്പം തന്നെ നല്ല രീതിയിൽ റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയണം. ഇപ്പോൾ നമ്മൾ കണ്ടതാണ്, UAE ഭരണാധികാരി, അദ്ദേഹം രാജാവാണ്, ഓടി വന്ന് നരേന്ദ്രമോദിയെ ഹഗ് ചെയ്യുന്നു. അദ്ദേഹത്തിനോടൊപ്പം ഒരു സഹോദരനോടെന്ന പോലെ, സുഹൃത്തിനോടെന്ന പോലെ സാധാരണ അന്താരാഷ്ട്ര നയതന്ത്ര തലങ്ങളിൽ കീപ്പ് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള പ്രോട്ടോക്കോളും മാറ്റി വെച്ചിട്ട് പെരുമാറുകയാണ്. മോദി അങ്ങോട്ട് പോയപ്പോഴും നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ നരേന്ദ്രമോദിയോട് പ്രോട്ടോകോൾ മാറ്റിവെച്ച് പെരുമാറുന്ന ഒരു ഭരണാധികാരിയാണ് നമ്മുടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ഭയങ്കരമായിട്ടുള്ള ഒരു സൗഹൃദമുണ്ട്. നരേന്ദ്രമോദിയെ ഏറ്റവും കൂടുതൽ പുകഴ്ത്തി സംസാരിക്കുന്ന ഒരാൾ കൂടിയാണ് ഈ പറയുന്ന പുടിൻ. കാരണം അത്രയും നല്ല അടുത്ത സൗഹൃദം രണ്ടുപേർക്കും ഇടയിലുണ്ട്. അതുപോലെ നരേന്ദ്രമോദിയുമായിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഭരണാധികാരിയാണ് നമ്മുടെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. അടുത്ത സൗഹൃദമാണ് രണ്ട് ഭരണാധികാരികളും പുലർത്തുന്നത്. അങ്ങനെ നരേന്ദ്രമോദി ലോകത്ത് വിവിധ രാഷ്ട്രങ്ങളിലെ ഭരണാധികാരികളുമായിട്ട് വളരെ അടുപ്പം പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. അക്കൂട്ടത്തിലാണ് ജോർജിയ മെലോനി. ആദ്യം മുതൽ ഇങ്ങോട്ട് സോഷ്യൽ മീഡിയ ഏറ്റവും അധികം ആഘോഷിച്ച രണ്ടുപേരാണ് മോദിയും നമ്മുടെ മെലോനിയും. മെലഡി എന്ന പേരിൽ അത് ഭയങ്കരമായിട്ട് വൈറലാണ്. എപ്പോഴും സോഷ്യൽ മീഡിയ കത്തിക്കുന്ന ചിത്രങ്ങളാണ് പലപ്പോഴും ഇവരുടെ ഫോട്ടോസ് എന്ന് പറയുന്നത്. ഇവരൊന്നിച്ചുള്ള സെൽഫിയൊക്കെ ഇതിനു മുന്നേ വൻ വൈറലായിട്ടുണ്ട്. ഇതിപ്പോൾ അതുക്കും മീതെ ഒരു വൻ ഐറ്റമായി പോയി നമ്മുടെ മോദിയുടെ മെലഡി കൊടുത്ത ആ ഒരു നയതന്ത്രം. മെലഡി ഡിപ്ലോമസി എന്ന് നാളെ ചരിത്രത്തിൽ ഇത് അടയാളപ്പെടുത്തട്ടെ. എന്തായാലും ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തെക്കുറിച്ചുള്ള വിദേശികളുടെ കാഴ്ചപ്പാടിനെ മാറ്റുന്നതിനെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. ഇത് നമ്മൾ ഒരുപക്ഷെ വിദേശത്തൊക്കെ പോയിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട സന്തോഷ് ജോർജ് കുളങ്ങരെ പോലുള്ള ആൾക്കാരൊക്കെ അത് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് പണ്ടൊക്കെ അദ്ദേഹം പോകുന്ന സമയത്ത് ഇന്ത്യക്കാരെ എപ്പോഴും മാറ്റി നിർത്തിയിട്ട്, അതായത് വലിയ രീതിയിലുള്ള വിവേചനം എയർപോർട്ടുകളിലടക്കം ഇന്ത്യക്കാർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്കാരുടെ ഒരു വാല്യൂ ഉയർത്തുന്നതിൽ പ്രൈം മിനിസ്റ്റർ മോദിയും അദ്ദേഹത്തിന്റെ ടീമും വഹിക്കുന്ന ഒരു പങ്കെന്ന് പറയുന്നത് എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. ഇപ്പോൾ ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്ററും നരേന്ദ്രമോദിയും ഒഫീഷ്യലായിട്ടൊരു കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞാൽ അതത്രേ ഉള്ളൂ, അതവിടെ കഴിഞ്ഞു. ഇപ്പോൾ പ്രധാനമന്ത്രി പലയിടത്തും പോവും. ഒരു ഒഫീഷ്യൽ കൂടിക്കാഴ്ച അതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട്. അതിനപ്പുറം വ്യക്തിപരമായ സൗഹൃദങ്ങൾ ഉണ്ടാകുമ്പോൾ പീപ്പിൾ ടു പീപ്പിൾ റിലേഷനെ അത് ബാധിക്കും. ഭയങ്കരമായിട്ട് അത് ഗുണം ചെയ്യും. അതായത് ജനങ്ങൾക്കിടയിൽ, ഇറ്റലിയിലുള്ള ജനങ്ങളും ഇന്ത്യയിലുള്ള ജനങ്ങളും തമ്മിലുള്ള സൗഹൃദത്തെ അത് കൂടുതൽ വർദ്ധിപ്പിക്കുകയുള്ളൂ. അതായത് ഓൾറെഡി നമുക്കറിയാം യൂറോപ്പിൽ ഒരു വംശീയ വിവേചനം ഇന്ന് ഉണ്ടായിട്ടുണ്ട്. അത് ഇന്ത്യക്കാരോടുള്ള ഏതെങ്കിലും ഒരു വെറുപ്പ് എന്നതിലുപരിയായിട്ട് ഈ യൂറോപ്യൻസിന്റെ അവസരങ്ങൾ നഷ്ടമാവുന്നതും യൂറോപ്യൻസ് മുഖ്യധാരയിൽ നിന്ന് തഴയപ്പെടുന്നതും. പണ്ട് യൂറോപ്പാണ് ടെക്നോളജി ലീഡ് ചെയ്തെങ്കിൽ അതൊക്കെ മാറി. പിന്നീട് അമേരിക്കയായി, ഇന്നിപ്പോൾ ചൈനയായി, പതിയെ പതിയെ ഇന്ത്യ വരുന്നു. മാത്രമല്ല പ്രധാനപ്പെട്ട എല്ലാ തൊഴിൽ മേഖലകളിലും ഇന്ത്യക്കാർ അവരുടെ കഴിവ് കൊണ്ട് കയറി വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു അമർഷത്തിൽ നിന്ന് സ്വാഭാവികമായ പ്രശ്നങ്ങൾ യൂറോപ്പിൽ പലയിടത്തുമുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ യൂറോപ്പിലെ ഒരു പ്രബല ശക്തിയായ ഇറ്റലിയുടെ പ്രൈം മിനിസ്റ്ററും ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററും തമ്മിലുള്ള ഈ സൗഹൃദ നിമിഷങ്ങൾ അത് തീർച്ചയായിട്ടും ജനങ്ങൾക്കിടയിൽ ഒരു സ്വാഭാവികമായ ഒരു അടുപ്പം ഉണ്ടാവുന്നതിന് കാരണമാവും. ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ എന്നാലും ഉണ്ടാവും. എങ്കിലും ഇത് തീർച്ചയായിട്ടും ഇന്ത്യൻ ജനതയോടുള്ള ഇറ്റാലിയൻ ജനതയുടെ മനോഭാവത്തെ മാറ്റും. കാരണം അവരുടെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററുമായിട്ട് സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ആഴത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. നമ്മൾ അതിനെ വെറുതെ ഒരു മെലഡി മുട്ടായി കൊടുത്തു എന്നല്ല. ഈ ഡിപ്ലോമസിയിൽ ഇതിനൊക്കെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. എല്ലാ ഭരണാധികാരികളെയും ഇതിന് കിട്ടില്ല. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയാണ് പോകുന്നതെങ്കിൽ ഈ പ്രാധാന്യം ഇറ്റലി കൊടുക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതൊന്നും അത്ര എളുപ്പമല്ല. അപ്പോൾ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി ബിൽഡ് ചെയ്യുന്ന വ്യക്തിപരമായ ബന്ധങ്ങളും നമ്മുടെ രാജ്യത്തിന് ഗുണമാണ് ചെയ്യുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.